എല്ലാവർക്കും ഒരു ജോറ് ബാർ എപ്പിസോഡിലേക്ക് വേണ്ടി സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കത്രയിലാണ്, ജമ്മു കാശ്മീരിലെ കത്രയിലാണ്. നമ്മൾ വൈഷ്ണോ ദേവി അമ്പലത്തിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് ട്രെയിനിലോ എങ്ങനെയെങ്കിലും ഡൽഹി വരെ എത്തുക. ഡൽഹിയിൽ നിന്ന് ഇഷ്ടം പോലെ ട്രെയിനുണ്ട് കത്ര വരെ. കത്രയിലേക്ക് വരിക, എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമുക്ക് RFID ആധാർ കാർഡ് കൊടുത്തിട്ട് എടുക്കാം. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിലേക്ക് എൻട്രൻസ് കിട്ടും. നമ്മളിവിടെ ദേവസ്വത്തിൻ്റെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡോർമെട്രിയാണ് ബാക്കിലുള്ളത്. അപ്പോൾ ഇനി അമ്പലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അണ്ണാ എങ്ങോട്ടാ പോകുന്നത്? നമ്മള് അടുത്ത ഡെസ്റ്റിനേഷൻ ബാൺഗംഗ. അവിടെ നമ്മുടെ ആദ്യത്തെ സെക്യൂരിറ്റി ചെക്ക് പോയിന്റ് ഉണ്ടാവും. പിന്നെ അവിടെ നിന്നാണ് നമ്മള് കയറ്റം കയറാൻ തുടങ്ങും. എങ്ങനെയാ പോവാ? നമുക്ക് ഓട്ടോയിൽ പോവാം. നടക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ്സിന്റെ വഴിയേ ഉള്ളൂ. ഓട്ടോ പോവാ അങ്ങോട്ട്? ഓട്ടോ പോവാം, കയറിയോ. നമ്മളിവിടെ ബാൺഗംഗയിൽ എത്തിയപ്പോൾ തന്നെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വരും. അത് കൊണ്ടുപോകണം, ഇത് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, മേടിക്കണോ വേണ്ടോ എന്നുള്ളത്. നമ്മളൊന്നും മേടിച്ചിട്ടില്ല. നമ്മൾ എന്നിട്ട് നേരെ അവരുടെ എൻട്രി ക്യൂവില് പോയി നിൽക്കുവാണ്. അപ്പോൾ ഓരോ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ നമ്മൾ സ്റ്റേ ചെയ്തെടുത്തത് ഓട്ടോയിലാണ് വന്നത്. അപ്പോൾ ഓട്ടോയിൽ വരുമ്പോൾ ഓട്ടോക്കാരൻ ആൾക്കാർ എത്രയുണ്ട്, 200 രൂപ എന്ന് പറഞ്ഞു. നമ്മളോട് അവിടുന്ന് പറഞ്ഞായിരുന്നു, സുധീഷേട്ടനും പറഞ്ഞില്ലേ, ഒരു 20 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്, പക്ഷെ ഓട്ടോ വരും. പക്ഷെ ഈ ഓട്ടോക്കാരൻ എല്ലാ കടയിലും നിർത്തിയിട്ട് അവിടെ ഇതുണ്ട്, അതുണ്ട്, അത് മേടിക്കാം, ഇത് മേടിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കട്ടെ. അപ്പൊ നമ്മള് വടിയും മേടിച്ചിട്ട് നടക്കുന്നുണ്ട്. സുധീഷണ്ണനൊക്കെ നടക്കുന്നുണ്ടോ? നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട് കഴുതിയുണ്ട്, കുതിരകളും ഉണ്ട്. മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൂട്, വെയിൽ വന്നു, വേർക്കാൻ തുടങ്ങി. അതുകൊണ്ട് ക്യാപ്പും പിന്നെ ജാക്കറ്റ് ഊരി എന്നിട്ട് നടക്കുന്നു. തണുപ്പുണ്ട്, എന്നാലും വെയിലില്ലോണ്ട് ചെറുതായിട്ട് ഇറക്കുന്നു. അണ്ണാ എന്താ ഇത്? മുകളിലുള്ള മാത ആദ്യമായിട്ട് ഇവിടെ വന്നിരുന്ന് അവരുടെ ചരണം ഇപ്പോഴും ഉണ്ടെന്നാണ് അതിന്റെ ഒരു മൂലസ്ഥാനം പോലെ അല്ലേ? ആദ്യം ഇവിടെ കയറണമെന്നാണ് ശരിക്കുള്ള ശാസ്ത്രം. നമ്മളിപ്പോ നടന്നിട്ട് എത്ര ദൂരമായിട്ടുണ്ടാവണം? ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ ആയില്ലേ? ഇനി ഇത്ര തന്നെ ഉണ്ട് നടക്കാൻ. ഇനി ഒരു 3 കിലോമീറ്റർ കൂടെ ഉണ്ടാവും. അർദ്ധകുമാരി വരെ. അർദ്ധകുമാരി. അവിടെ നമ്മൾ ബാറ്ററി കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് എല്ലാം ചെയ്തത്? ഇത് നമുക്ക് മാതാ വൈഷ്ണോ ദേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിന്റെ പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞോ, നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ നമുക്ക് നമ്മുടെ ഡേറ്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ കുതിര വന്നിട്ട് നേരത്തെ തട്ടിയ പോലെ നമ്മൾ ഫെബ്രുവരിയിലാണ് വന്നത്. ഫെബ്രുവരിയുടെ ബുക്കിംഗ് 2 മാസം മുമ്പത്തെ മാസം, അതായത് December 1. തിരുപ്പതി 3 മാസമാണെങ്കിൽ ഇത് 2 മാസം. ഇത് 2 മാസം. 2 മാസം മുമ്പ് 1-ാം തീയതി, എല്ലാ 1-ാം തീയതി ഇത് ബുക്ക് ആവും. സമയം 10 മണി. രാവിലെ 10 മണിക്ക് ബുക്കായി ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരുന്നതിന്റെ യാത്രാ പർച്ചി അത് നമുക്ക് അതിൽ ബുക്ക് ചെയ്യാം. നമുക്കിപ്പോൾ ബുക്ക് ചെയ്ത ഡോർമെറ്ററി അല്ലെങ്കിൽ ഹോട്ടൽ റൂം ആണെന്നുണ്ടെങ്കിൽ അത് അതിൽ ബുക്ക് ചെയ്യാം, ദേവസ്വത്തിന്റെ മാത്രം. പിന്നെ നമുക്ക് ബാറ്ററി കാർ ബുക്ക് ചെയ്യാം. പിന്നെ ഭൈരവബാബയുടെ അവിടേക്ക് പോകാനുള്ള റോപ്പ് വേ ബുക്ക് ചെയ്യാം. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കത്ര റെയിൽവേ സ്റ്റേഷനിൽ അടുത്തായിരിക്കും ഈ ദേവസ്വത്തിന്റെ ഹോട്ടൽസ്. അതെ. അവിടുന്ന് നമ്മള് ഏത് സ്ഥലം വരെ വരണ്ടേ? ബാൺഗംഗ വരെ നടന്നിട്ട് വരാം, അല്ലെങ്കിൽ ഓട്ടോ വരാം. അവിടുന്ന് പിന്നെ നടക്കണം, അല്ലെങ്കിൽ കുതിര എടുക്കണം. ബാറ്ററി കാർ വരെ. ബാറ്ററി കാർ ഉണ്ട്. പിന്നെ പാൽക്കി ഉണ്ട്. നമ്മുടെ നടുക്ക് ഈ പല്ലക്ക് പോലത്തെ സാധനം 2 സൈഡ് കെട്ടിയിട്ട് നടുക്ക് ഇരുന്നിട്ട് പോണത്, അതുകൊണ്ട്. ഇത് നേരെ നമ്മൾ പോവാ അർദ്ധകുവാരി വരെ. അവിടെ ബാറ്ററി കാറുണ്ട്. പിന്നെ ബാറ്ററി കാറിലാണ്. ഇതെല്ലാം നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ്ലൈൻ ബുക്കിങ്ങിന് ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പൊ അർദ്ധകുവാരി പോയി കഴിഞ്ഞാൽ ബാറ്ററി കാർ ഓഫ്ലൈനും കിട്ടുമോ? ഓഫ്ലൈൻ കിട്ടും, പക്ഷെ അതിന് നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല. അത് കിട്ടോ ഇല്ലേ. ഓൺലൈനിലെ സ്ലോട്ട്സ് ഒക്കെ നോക്കി പ്രയോറിറ്റി ഓൺലൈനിലായിരിക്കും. അതേപോലെ തന്നെ ഭൈരവബാബയുടെ അവിടെ പോലുള്ള റോപ്പിയൊക്കെ ആയാലും അതേപോലെ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും പ്രയോറിറ്റി. ബാക്കിയുള്ളവർക്ക് 4 മണിക്കാൻ കണ്ട് അവിടെ ഓഫ്ലൈൻ ബുക്കിംഗ് ക്ലോസ് ചെയ്യും. നമുക്ക് 5:30 വരെ ഈ സാധനം ഉപയോഗിക്കാം. പിന്നെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലതും പാടില്ലാത്തതായിട്ട് സാധനം മുകളിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നോർമലി എല്ലാ സാധനവും നമുക്ക് മുകളിൽ കൊണ്ടുപോകാം. മുകളിലത്തെ ചെക്ക് പോസ്റ്റ്, ലാസ്റ്റത്തെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെയാണ് നമ്മുടെ RFID കാർഡൊക്കെ സ്കാൻ ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടെ നമുക്ക് ഒരു സാധനവും കൊണ്ടുപോകാൻ പാടില്ല. അതായത് ലെതറിന്റെ അടക്കം ബെൽറ്റ്, പേഴ്സ് ഇത്യാദി സാധനങ്ങൾ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. നമ്മുടെ ക്യാഷ് മാത്രം നമ്മുടെ കയ്യിൽ വെക്കുക.
കൊണ്ടുപോയിട്ട് ഭണ്ണാരത്തിലുള്ള പൈസ അല്ലെങ്കിൽ വഴിപാടിനുള്ള പൈസ എന്തെങ്കിലും കയ്യിൽ വെക്കുക. ബാക്കിയൊക്കെ അവരുടെ ഒഫീഷ്യൽ ലോക്കറുണ്ട്, ലോക്കറിൽ വെച്ചിട്ട് നമുക്ക് പോകണം. ഓക്കെ, അത് മുകളിൽ വരെ നമുക്ക് എന്തും കൊണ്ടുപോകാം? മുകളിൽ വരെ കൊണ്ടുപോകും. ഓക്കെ, താങ്ക് യു. പിന്നെ ട്രാവലെക്സ് ഇങ്ങോട്ടും തുടങ്ങുന്നുണ്ടോ? ട്രാവലിങ്സ് നമ്മുടെ പുതിയൊരു സംരംഭമാണ്. നമ്മളിപ്പോൾ തിരുപ്പതി വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഫെബ്രുവരിയിലാണ്. അപ്പോൾ നമ്മൾ നോർമലി എല്ലാവരും കൊണ്ടുപോകുന്ന പോലെ അവിടെ ചെന്നിട്ട് ടിക്കറ്റ് നിങ്ങൾ എടുത്തോ എന്ന് പറയുന്ന സ്കീമല്ല. നമ്മൾ ഇവിടുന്ന് പ്രോപ്പറായിട്ട് 300 രൂപയുടെ സ്പെഷ്യൽ ദർശനമൊക്കെ ബുക്ക് ചെയ്ത് ട്രെയിനിൽ 3rd AC അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ട്രാവലിങ്സിൻ്റെ തിരുപ്പതി ട്രിപ്പ് എല്ലാ മാസവും ഉണ്ടാവും. അതല്ലാതെ നമ്മൾ തിരുപ്പതി അല്ലാതെ വൈഷ്ണോദേവി, കേദാർനാഥ്, അയോധ്യ, ഇതെല്ലാം നമ്മളിപ്പോൾ വൈഷ്ണോദേവി ഓൾറെഡി നമ്മൾ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടേ നമുക്ക് ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മളൊരു 2 മാസം കഴിഞ്ഞ് കേദാർനാഥ് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, പിന്നെ അയോധ്യ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ പോയി നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാനെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ തിരുപ്പതി വീഡിയോ കണ്ടിട്ട് കുറേ പേര് നമ്മളെ വിളിച്ചിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന മാത്രമല്ല A to Z എറണാകുളം മുതൽ തിരുപ്പതി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോയി കാളഹസ്തിയും കൊണ്ടുപോയില്ലേ, പിന്നെ താഴെ പത്മാവതി എല്ലാം കാണിച്ച് ഭക്ഷണം അടക്കം തിരിച്ചു കൊണ്ടുവരും. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്റെ പേര് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കും? ഓക്കെ ഓക്കെ, ശരി. നടന്നിട്ട് വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല. നമുക്ക് റെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബെഞ്ചൊക്കെ 2 സൈഡിലും വെച്ചിട്ടുണ്ട്. അത്യാവശ്യം റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെ നടന്നിട്ട് വരിക. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഹാഫ് വേ ആയി. വെയിൽ വന്നു, അതുകൊണ്ട് നല്ല ചൂട്. നമ്മൾ നടന്ന് അർദ്ധകുമാരി എത്താറായി. കുതിരകൾ ഇഷ്ടം പോലെയുണ്ട്. കൂടെ ഈ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകുന്ന സാധനം, അതിൽ തന്നെയാണ് ലഗേജ് അവർ കൊണ്ടുപോകുക, കുട്ടികളെയും കൊണ്ടുപോകും. ഇപ്പോൾ ബാഗിൽ കണ്ടോ, അത് ലഗേജ് കൊണ്ടുപോകുന്നതാണ്. കുതിരകളുണ്ട്, കഴുതകളുണ്ട്. അത് ഗവൺമെൻറ്റിനുണ്ട്, പ്രൈവറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ 1 കിലോമീറ്റർ കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അർദ്ധകുമാരി എത്തും. അവിടുന്ന് ബാറ്ററി കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നടക്കാനുണ്ട്. നടന്നിട്ട് വരുമ്പോൾ നല്ലൊരു സുഖമാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നിട്ട് വരുമ്പോൾ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും 4,575, അതായത് 4 കിലോമീറ്ററും 575 മീറ്ററുമായി നമ്മൾ മല കയറാൻ തുടങ്ങിയിട്ട്. അങ്ങനെ നടന്ന അവസാനം നമ്മൾ അർദ്ധകുമാരിയിലെ ബാറ്ററി കാറിൻ്റെ സ്ഥലത്തെത്തി. ഈ ബാറ്ററി കാർ ഇതാ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ പരിപാടി നോക്കട്ടെ. ട്രെയിനായി 6 കിലോമീറ്റർ. അപ്പോൾ പണി നൈസായിട്ട് പാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ താഴെ നിന്ന് ഒരു 9:40 ആകുമ്പോൾ കയറി അർദ്ധകുമാരി വരെ ഒരു 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ നടന്നെത്തി. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 12:15 ആ സമയത്തേക്കൊക്കെ നടന്നെത്തി. ഇവിടെ ബാറ്ററി കാറിന് പക്ഷേ സ്ലോട്ട്സ് ഉണ്ട്. 1:30, 3:30, 5:30, 7:30 അങ്ങനെയാണ്. നമ്മൾ ബുക്ക് ചെയ്ത് 3:30. ഇവിടെ ഓൺലൈൻ ബുക്കിംഗ് ഫുള്ളാണ്. അതുകൊണ്ട് സ്ലോട്ട്സിൽ മാത്രമേ അവർ കയറ്റി വിട്ടിട്ടുള്ളൂ. അപ്പോൾ 1:30 സ്ലോട്ട് നമ്മൾ ചോദിച്ചപ്പോൾ അതിൽ 1:30 ബുക്ക് ചെയ്തവർ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫുള്ളാണ്. അതുകൊണ്ട് 3:30 വരെ നമ്മൾ പോസ്റ്റാണ്. അല്ലെങ്കിൽ 5 കിലോമീറ്റർ ഇനി വീണ്ടും നടക്കണം. അപ്പോൾ അതിന് എന്തായാലും 2 മണിക്കൂർ എടുക്കും. അപ്പം നമ്മൾ വിചാരിച്ചു ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന്. എന്നിട്ട് പോയിട്ട് ഇവിടെ അടുത്ത് തന്നെ അർദ്ധകുമാരിയിൽ തന്നെ ഒരു ഭോജനശാലയുണ്ട്. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ഓക്കെ ഭക്ഷണം 40 റുപ്യ കഴിച്ചു. എന്നിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക ബാറ്ററി കാറിന്. അപ്പോൾ സമയം 3:15. 3:30 ബാറ്ററി കാറിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. ഓൾമോസ്റ്റ് ഉണ്ട്. നമ്മുടെ ആൾക്കാരുടെ ആയിരിക്കും ഫ്രണ്ടിലുണ്ടാവുക. അതെ, സുധീഷ് അണ്ണൻ തന്നെ ഫ്രണ്ടിലില്ലേ. അപ്പോൾ ഓൺലൈനിൽ കൂടെ നിങ്ങൾ ബാറ്ററി കാർ ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ കറക്റ്റ് ടൈം സ്ലോട്ടിലെത്താൻ നോക്കണം. ഒരിക്കലും നേരത്തെ എത്തരുത്. നേരത്തെ എത്തിക്കഴിഞ്ഞാൽ അവർ കയറ്റുന്നില്ല.
അങ്ങനെ വിജയകരമായി നമ്മൾ ടിക്കറ്റ് കരസ്ഥമാക്കിയിരുന്നു. ടിക്കറ്റ് എവിടെ? സാധനം കിട്ടി. വണ്ടി നമ്പറോ? വണ്ടി നമ്പർ 15. ബാറ്ററി വെഹിക്കിൾസ് ഒക്കെ ഉണ്ട്. രജിസ്ട്രേഷൻ അവിടെ. അത് അവിടുന്ന് ആരെങ്കിലും സ്പോൺസർ ചെയ്ത് കൊടുത്തായിരിക്കണം. അപ്പൊ 15-ാം നമ്പർ വണ്ടിയിലാണ് നമ്മളിനി പോവുക. അപ്പൊ നമ്മള് ബാറ്ററി കാറിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മള് മുകളിലെത്തി. ബാറ്ററി കാറിനൊക്കെ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഫോണും ബെൽറ്റ് അങ്ങനെ ലെതറിൻ്റെ എല്ലാ ഐറ്റംസും നമുക്ക് ലോക്കറിൽ വെക്കണം. ഷൂവും അപ്പോൾ അത് ലോക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് ലോക്കർ തപ്പിയിരിക്കുന്നത്. അമ്പലത്തിലേക്ക് ഇത്ര സാധനങ്ങൾ ബാൻഡാണ്. ദർശനമൊക്കെ കഴിഞ്ഞു. നല്ല ദർശനമായിരുന്നു. ഒരു പ്രത്യേക വൈബാണ് മുകളിൽ. അല്ലേ എന്ന് പറയാനില്ല, എനിക്ക് നല്ല വൈബാണ്. പക്ഷെ പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി കാറ് ലേറ്റായി. അതൊക്കെ കൊണ്ട് നമ്മൾ ദർശനം കഴിയുമ്പോഴേക്ക് 5 മണിയായി. റോപ്പ് വേ അടച്ചു. അപ്പോൾ റോപ്പ് വേ 4 മണി വരെ ഉള്ളൂ. 5 മണി വരെ ലാസ്റ്റ് അവരെടുക്കും. 4 മണി വരെ എൻട്രി. റോപ്പ് വേ അടച്ചു. 5:30 പക്ഷേ ഇനി ഭൈരവൻ്റെ അടുത്തേക്ക് പോകണം. 2 കിലോമീറ്റർ കൂടി ഉണ്ട്. അത് നടക്കണം. കാരണം വൈഷ്ണോദേവിനെ കണ്ടിട്ട് ഭൈരവനെയും കൂടെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ദർശനം പൂർത്തിയാവും. അപ്പോൾ അങ്ങോട്ടും കൂടെ പോകും. അങ്ങനെ നമ്മൾ ഭൈരവന്റെ അമ്പലത്തിലെത്തി. വ്യൂ ഉണ്ടോ ഇവിടുന്ന്? ഇത് താഴെ ഹെലിപാഡ് ഉണ്ട്. പക്ഷെ ആകാശം അപ്പോ നമ്മള് ഗോഡയുടെ മുകളിൽ കുതിരയുടെ മുകളിൽ കയറിയോണ്ട് പാപ്പാനും ഞാനും നേരത്തെ എത്തി. ലിജുവും സുധീഷേട്ടനും നടന്നിട്ട് വരുന്നുണ്ട്. അവരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. 7 മണിക്ക് അമ്പലം അടക്കും. നേരെ ഇവിടെ കാണുന്നതാണ് അമ്പലം. തൊട്ട് താഴെയായിരിക്കുന്നത് വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ റോപ്പ് വേ ഉണ്ട്. 4 മണി കഴിഞ്ഞ് 5 മണി ആയതുകൊണ്ട് റോപ്പ് വേ നമുക്ക് മിസ്സായി. പക്ഷെ ഇതൊരു എക്സ്പീരിയൻസാ. കൈയൊക്കെ ഇങ്ങനെ മരച്ചു പോവാ തടുത്തിട്ട്. നല്ല തണുപ്പും. ദർശനം കഴിഞ്ഞിട്ട് ജിലേബി അടിക്കുന്ന ലേ സുധീഷേട്ടൻ. എങ്ങനെയുണ്ട് നാരിയൽ കാലടു? എനിക്കിഷ്ടമില്ല. അപ്പൊ നമ്മള് ഭൈരവ്ജിയുടെ മന്ദിറിൽ നിന്ന് നടന്നു വരുന്ന സമയത്ത് സ്റ്റെപ്പ് വഴി ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു സ്ഥലത്ത് കണ്ടതാ. നല്ല എല്ലാവരും ചൂടാക്കുന്നു. ഞാനും ചൂടാക്കുക. കൈയൊക്കെ മരവിച്ചിട്ട് ഒടുക്കത്തെ തണുപ്പാ. എങ്ങനെയുണ്ടായിരുന്നു സുധീഷണ്ണ അനുഭവം? ആണോ? ലൈഫ് ടൈം. വരുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? വരുന്നവരോട് പറയാനുള്ളത് നല്ല സ്റ്റാമിന ഉള്ള ആൾക്കാർ വരിക. അതാണ് ഏറ്റവും. അല്ലെങ്കിൽ ഗോഡ എടുക്കുക, അല്ലെങ്കിൽ ഗോഡ എടുക്കുക, ഹോഴ്സ് എടുക്കുക, അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ വരിക. ഇതൊന്നും അല്ലെങ്കിൽ നടന്ന് വൈബാക്കി വരിക. പിന്നെ പട്ടി പരിവാവും. കറക്റ്റ് ടൈമിൽ എത്താൻ ശ്രമിക്കാലോ. മക്കളെ വ്യൂ ഉണ്ടോ? ഭൈരവ്ജിയുടെ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് രാത്രി തിരിച്ചിറങ്ങുമ്പോൾ കണ്ട കാഴ്ച. വൈഷ്ണവി ദേവിയുടെ ക്ഷേത്രത്തിൽ കണ്ട കാഴ്ചയാണ് രാത്രി കാഴ്ച. ബാറ്ററി കാറിന്റെ ഡിമാൻഡ് മുകളിലേക്ക് വരാൻ വേണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. മുകളിൽ വരാനായിട്ട് നമുക്ക് 2 മണിക്കൂർ ഒരു പോസ്റ്റ് തന്നു. നമ്മുടെ ആ സമയത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് തിരിച്ചു പോകേണ്ട സമയം 9:30. ഞാൻ വെറുതെ അവിടെ പോയി ചോദിച്ചപ്പോൾ കാലിയാണ് എല്ലാം. പെട്ടെന്ന് തന്നെ കുളം പറഞ്ഞു. അതിന്റെ അർത്ഥം താഴെ പോകുമ്പോൾ ബാറ്ററി കാർ ആരും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നേരത്തെ പോയിട്ടുണ്ടോ? നേരത്തെ പോയിട്ടുണ്ടോ? അതുമല്ലാതെ ഭൈരവ് ബാബയുടെ അവിടെ പോയിട്ട് ആ വഴിക്ക് ഇറങ്ങി പോയിട്ടുണ്ടോ? അങ്ങനെ പോകുന്നു. കുതിര വഴിക്കും നടന്നിട്ടുണ്ട്. രാത്രി ഭക്ഷണത്തിന് വേണ്ടി ഗുപ്ത വൈഷ്ണവ് ധാബയിൽ കയറിയിരിക്കുകയാണ്. നല്ല ഫുഡ് ആയിരിക്കും അല്ലേ? ഫ്രഷ് ആയിട്ട് തോന്നുന്നുണ്ട്. കണ്ടിട്ട് കുറച്ച് ഹൈജീൻ തോന്നുന്നുണ്ട്. അതുകൊണ്ട് കയറിയിട്ടുണ്ട്. അപ്പൊ സംഭവ ബഹുലമായ ഒരു ട്രിപ്പ്. വൈഷ്ണോദേവി അമ്പലം നല്ല അടിപൊളിയായിട്ട് നമ്മൾ കയറി തൊഴുത് തിരിച്ചിതാ നമ്മൾ താമസിച്ച റൂമിലെത്തി. എത്ര സമയമായി പാപ്പ? നോക്കട്ടെ. മോർണിംഗ് 9:30 പോയി. ഇപ്പോൾ 12:30. എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്താൻ നമ്മൾ ഭൈരവ്ജീൻ്റെ അടുത്ത് പോയി കണ്ടു.
ബാറ്ററി കാറിൽ വന്നു, പിന്നെ നടന്നു, പിന്നെ നടക്കുമ്പോൾ ഭയങ്കര ക്ഷീണമായി പോയി. നടന്നു പോയി. പിന്നെ അവിടുന്ന് ബാറ്ററി കാർ, പിന്നെ അവിടുന്ന് ഒരു മിനിറ്റ് പറഞ്ഞോ. അവിടുന്ന് പിന്നെ ഭൈരവജിയുടെ അവിടേക്ക് ഞങ്ങൾ രണ്ടുപേര് ഫോഴ്സിൽ പോയി, മറ്റൊരു നടന്നു. തിരിച്ച് ഞങ്ങളെല്ലാവരും നടന്നിറങ്ങി. എന്നിട്ട് ബാറ്ററി കാറിൽ അർദ്ധകുവാരി വരെ വന്നു. എന്നിട്ട് തിരിച്ച് നടന്നു. വരുമ്പോൾ ഭക്ഷണം കഴിച്ചു. ഇനി തിരിച്ച് നമ്മുടെ താമസ സ്ഥലം. അതന്നെ. പിന്നെ ഇവിടെ ഓട്ടോ പോകാൻ എല്ലാ സ്ഥലത്തേക്കും ഓട്ടോ കിട്ടും. നമ്മൾ എക്സിറ്റിൽ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഓട്ടോ ഉണ്ടായിരുന്നു. ഓട്ടോയിൽ അവർ ഓൾമോസ്റ്റ് ഫിക്സഡ് റേറ്റ് ആണ്. അപ്പോൾ അവരൊരു റേറ്റ് പറയും, കയറിക്കോളാം. നമ്മുടെ നാട്ടിലുള്ള ഓട്ടോ പോലെയൊന്നും അല്ല കേട്ടോ. 5 6 എത്ര പേര് കയറാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ അവർ കയറ്റും. അപ്പോൾ ഞങ്ങളൊന്ന് റൂം പോട്ടെ, ആകട്ടായിടാ. നല്ലൊരു ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ കത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പോൾ ആദ്യമായിട്ട് വന്നതിൻ്റെ കുറച്ച് ടൈമിംഗ് പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാം സ്മൂത്തായിട്ട് പോയി. വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടും ഉണ്ടാവും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു ജോറ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.